നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷിഫ്റ്റിംഗ് തിയറം ലാപ്ലേസിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഫോമാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വരുന്നതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത് എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ. ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ പറയുന്നത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു കൂടെ എഫ് ഓഫ് ടി അല്ല വേണ്ടത് എഫ് ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ്, അതാണ് എഫ് ഓഫ് എസ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഫോം എന്താ പറയുന്നത്? എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിപ്പോൾ ടി മൈനസ് എ എന്നൊന്നും ആവണമെന്നില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ചില ഫംഗ്ഷൻ ഇപ്പോൾ സൈന് കോസൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചിലർ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇതിൽ എഴുതാൻ പറ്റും. കാരണം കോസ് ഓഫ് തീറ്റ പ്ലസ് 2π കോസ് തീറ്റ അങ്ങനെയുള്ള കുറച്ച് റിസൾട്ടുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ടിക്ക് പകരം ടി മൈനസ് എ എന്നുള്ള വാല്യൂ കൊടുത്താലും ചിലതിലൊന്നും നമുക്ക് വാല്യൂസിന് വ്യത്യാസം വരില്ല. അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഫോം എന്താ പറയുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ. അപ്പോൾ അവിടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുമായിരുന്നു? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി, എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് എഴുതുക. ഇനി ഇവിടെ എഫ് ഓഫ് ടി മൈനസ് എക്ക് പകരം ജി ഓഫ് ടി എന്ന് വെച്ചാൽ ടിയിലുള്ള ഫംഗ്ഷൻ ജി ഓഫ് ടിയും യു ഓഫ് ടി മൈനസ് എയും ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് അതും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടിക്ക് പകരം ജി ഓഫ് ടി പ്ലസ് എ ആണ് എഴുതേണ്ടത്. എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് അസ്യൂമിങ് ഇറ്റ് ടു ബി 0 ഔട്ട്സൈഡ് ദ ഗിവൺ ഇൻ്റർവൽസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫംഗ്ഷനും ഇൻ്റർവലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടാണ്ട് ക്വസ്റ്റ്യനിൽ പറയാത്ത ഇൻ്റർവൽ ഇപ്പോൾ 0 to 1 ഇ റേസ് ടു ടി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 0 മുതൽ 1 വരെയുള്ള ടീൻ്റെ വാല്യൂസിന് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി ആണ്. ഇതല്ലാത്ത ഇൻ്റർവലിൽ മുഴുവൻ ഇതിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെ എടുക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അസ്യൂമിങ് ഇറ്റ് ടു ബി 0 ഔട്ട്സൈഡ് ദ ഗിവൺ ഇൻ്റർവൽ. ഈ തന്നിട്ടുള്ള ഇൻ്റർവലിന് പുറത്ത് ഫംഗ്ഷൻ്റെ വാല്യൂസ് 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇ റേസ് ടു ടി തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 10 cos π t ഇൻ്റർവൽ തന്നിട്ടുള്ളത് 1 to 2 ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? എഫ് ഓഫ് ടി ഈക്വൽ ടു നമുക്കിതിനെ മാറ്റി ചെയ്താൽ ഇ റേസ് ടു ടി ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആൻഡ് 0 അതർവൈസ്. ഇപ്പോൾ തന്നിട്ടുള്ള ഇൻ്റർവലിലാണ് ഈ ഫംഗ്ഷൻ, അല്ലാത്തടത്തെല്ലാം 0 ആണ്. അപ്പോൾ ഇൻ്റർവലായിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ തരണമെങ്കിൽ നമ്മളവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടീനെ നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താൽ ഇ റേസ് ടു ടി ഇൻറ്റു എ മുതൽ ബി വരെ ആണെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ബി ആണെങ്കിൽ യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി എന്നാണ് എഴുതുക. ഒരേ ഗിവൺ ഇൻ്റർവലിനകത്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി, ടി ലെസ് ദാൻ ബി എന്നാണ്. അപ്പോൾ യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. ഇവിടെ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ടെങ്കിൽ അതിനിവിടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസ് ഇവിടെ എന്ത് വരും? ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് 1. യു ഓഫ് ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി ആണ്. യു ഓഫ് ടീൻ്റെ വാല്യൂ 1. അപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു 1 മൈനസ് യു ഓഫ് ടി മൈനസ് 1 എന്ന് കിട്ടി. ഇറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻറ്റു 1 ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ആണ്. ദെർഫോർ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇതിനകത്ത് ലാപ്ലേസ് കൊടുക്കുക. എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അപ്പോൾ എൽ ഓഫ് ഇ റേസ് ടു ടി ഇ റേസ് ടു ടീൻ്റെ ലാപ്ലേസ് 1/s മൈനസ് 1. ഇറ്റ് ഈസ് എൽ ഓഫ് ഇ റേസ് ടു എ ടി. ഇ റേസ് ടു എ ടീൻ്റെ ലാപ്ലേസ് 1/s മൈനസ് എ ആണ്. അപ്പോൾ എൽ ഓഫ് ഇ റേസ് ടു എക്ക് പകരം ഇവിടെ 1. സോ എൽ ഓഫ് ഇ റേസ് ടു ടി 1/s മൈനസ് എക്ക് പകരം 1. അപ്പോൾ 1/s മൈനസ് 1 മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അതാണ് നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ട്. ജി ഓഫ് ടിയും യു ഓഫ് ടി മൈനസ് എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ
എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് എഴുതാം. ടി മൈനസ് എ ഇല്ല, പകരം ടി മാത്രം എഴുതുമെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ എന്ന് വേണം എഴുതാൻ. ഇവിടെ എന്ത് വരും? ഇ റേസ് ടു ടിയും ടിക്ക് പകരം ടി മൈനസ് വൺ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ടിക്ക് പകരം എന്തേ ഉള്ളൂ? ടി മൈനസ് വണ്ണിന് പകരം ടിയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ ആൾട്ടർനേറ്റീവ് ഫോം യൂസ് ചെയ്യാം. ഇതിനെങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ. ഇവിടുത്തെ ഇ റേസ് ടു മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ എ ആണ്. ടി റേസ് ടു മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി ആണ്. ഇത് ജി ഓഫ് ടി പ്ലസ് എ ആണ് നമുക്ക് എഴുതേണ്ടത്. എൻ്റെ വാല്യൂ 1. സോ എൽ ഓഫ് ഇ റേസ് ടു ടി പ്ലസ് 1 അല്ലേ? ഈ ഫോമിൽ കിടക്കണം ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇവിടെ എൻ്റെ അവിടെ 1 ആണ് വാല്യൂ. സോ ഇ റേസ് ടു മൈനസ് എ എസ്, ഇ റേസ് ടു മൈനസ് 1s ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ. ദറ്റ് ഈസ് എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ടി. ഇപ്പോൾ ടിക്ക് പകരം ടി പ്ലസ് എ ആണ് ആക്കേണ്ടത്. എ എന്ന് പറയുന്നത് ഇവിടെ 1. അപ്പോൾ ഇ റേസ് ടു ടി പ്ലസ് 1 is equal to 1 by s minus 1 minus e raised to minus s into L of e raised to t plus 1. നമുക്ക് L of e raised to t അറിയാം. പക്ഷേ L of e raised to t plus 1 എന്ന് പറഞ്ഞാൽ L of e raised to t into e ആണ്. ഇതിൽ നിന്ന് e നമുക്ക് പുറത്തേക്ക് എടുക്കാം കോൺസ്റ്റൻറ്റ്. സോ e into L of e raised to t എന്ന് എഴുതാം. which is equal to 1 by s minus 1 minus e raised to minus s into e raised to minus s into e, which is equal to e raised to minus s plus 1 അല്ലെങ്കിൽ e raised to 1 minus s എന്ന് എഴുതാം. e raised to 1 minus s into L of e raised to t. e raised to t ൻ്റെ ലാപ്ലേസ് 1 by s minus 1. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്ററുകൾ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. സോ 1 minus e raised to 1 minus s whole divided by s minus 1. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും അതുപോലെ ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഒക്കെ അപ്ലൈ ചെയ്തത്? ഇൻ്റർവൽ തരുമ്പോൾ നമ്മളെപ്പോഴും തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം ലാപ്ലേസ് കാണാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് ടി ഈക്വൽ ടു 10 cos പൈ ടി 1 to 2. അപ്പോൾ അതിനെങ്ങനെ മാറ്റി ചെയ്താൽ 1 മുതൽ 2 വരെ 10 cos പൈ ടി ആണ്. അല്ലാത്ത ഇൻ്റർവലിലെല്ലാം 0. സോ ഇതിനെ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കണം. കാരണം ഇത് തന്നിട്ടുള്ളത് ഇൻ്റർവലാണ് ടീൻ്റെ വേരിയേഷൻ. വിച്ച് ഇസ് ഈക്വൽ ടു 10 cos പൈ ടി ഇൻറ്റു ഈ ഇൻ്റർവലിൽ എങ്ങനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കുക? യു ഓഫ് ടി മൈനസ് 1 മൈനസ് യു ഓഫ് ടി മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 cos പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 മൈനസ് 10 cos പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അപ്പോൾ ഇവിടെ നോക്കാം. ഇനി ഇതിനെ നമുക്ക് ലാപ്ലേസ് ആണ് കൊടുക്കേണ്ടത്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ഈ ഫംഗ്ഷനായി മാറും. L of 10 cos pi t into u of t minus 1 minus 10 cos pi t into u of t minus 2. രണ്ട് ടേം ഉള്ളതുകൊണ്ട് രണ്ടെണ്ണത്തിൽ നമുക്ക് ബൈ അഡിഷൻ തിയറം അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 10 കോൺസ്റ്റൻ്റ് ആണ്. സോ ലാപ്ലേസ് പുറത്തേക്ക് എടുക്കാം. 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി യു ഓഫ് ടി മൈനസ് 1 മൈനസ് 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി യു ഓഫ് ടി മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കോസ് പൈ ടിക്ക് പകരം ടി മൈനസ് 1 ആയിരുന്നെങ്കിൽ, കോസ് പൈ ടി മൈനസ് 1 ആയിരുന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ ടി എന്ന് മാത്രമേ ഉള്ളൂ, യു ഓഫ് ടി മൈനസ് 1 ഉണ്ട്. സോ നമ്മൾ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ആൾട്ടർനേറ്റീവ് ഫോമിൽ എന്താ പറയണത്? എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു e raised to minus as into L of g of t plus a ആണ്. which is equal to 10 into e raised to minus as. aൻ്റെ പകരം 1. സോ e raised to minus s into L of ഇവിടുത്തെ g of t എന്ന് പറയുന്നത് cos പൈ ടി ആണ്. g of tക്ക് പകരം g of t plus a എന്ന് എഴുതാം. a 1 cos പൈ t plus 1, tക്ക് പകരം t plus 1 മൈനസ് 10 ഇൻറ്റു ഇവിടെ കോസ് പൈ ടിയും യു ഓഫ് ടി മൈനസ് 2 ആണുള്ളത്. ഇവിടെ ടി മൈനസ് 2 തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാം. പക്ഷേ ടിയേ ഉള്ളൂ. സോ ആൾട്ടർനേറ്റീവ് ഫോം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ 10 ഇൻറ്റു ഇ റേസ് ടു എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ടി റേസ് ടു മൈനസ് 2s ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി, ടി എല്ലാം കൊടുക്കേണ്ടത് ടി പ്ലസ് എ ആണ്. അപ്പോൾ ടി പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 10 e raised to minus s L of cos pi t pi of t plus 1, that is pi ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ pi t plus pi മൈനസ് 10 e raised to minus 2s L of cos pi t plus cos
cos of pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ cos of pi t plus 2pi which is equal to cos of theta plus pi എന്ന് പറയുന്നത് മൈനസ് cos theta ആണ്. അതുപോലെ തന്നെ cos of theta plus 2pi cos theta. അപ്പോൾ cos pi t plus പൈക്ക് പകരം നമുക്ക് മൈനസ് cos pi t എന്ന് എഴുതാം. cos theta plus pi ആണെന്ന് പറഞ്ഞാൽ മൈനസ് cos theta ആണ്. സോ മൈനസ് cos pi t എന്ന് വരും. 10 e raised to minus s L of minus cos pi t minus 10 e raised to minus 2s L of theta plus 2pi cos theta തന്നെ. സോറി cos of theta plus 2pi cos theta തന്നെ. സോ cos of pi t plus 2pi equal to cos theta എന്ന് പറഞ്ഞാൽ cos pi t. അപ്പോൾ 10 e raised to minus 2s L of cos pi t which is equal to Laplace മൈനസ് പുറത്തേക്ക് എടുക്കാം. സോ മൈനസ് 10 e raised to minus s into L of മൈനസ് പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് L of cos pi t ആണ്. L of cos a t എന്ന് പറഞ്ഞാൽ s by s square plus a square ആണ്. എക്ക് പകരം ഇവിടെ പൈ ആണ്. സോ s by s square plus pi square minus 10 e raised to minus 2s into cos pi t ന്റെ ലാപ്ലേസ് s by s square plus pi square. രണ്ടെണ്ണത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അതുപോലെ തന്നെ 10 എസും രണ്ട് ടേമിലും ഉണ്ട്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് രണ്ട് ടേമിനും കോമൺ ആയിട്ട് മൈനസ് 10s പുറത്തേക്ക് എടുക്കാം. സോ മൈനസ് 10s ഇൻറ്റു ബാക്കി ഈ ടേമിലുള്ളത് ഇ റേസ് ടു മൈനസ് എസ്. ഇവിടെ മൈനസ് ആണുള്ളത്, നമ്മൾ പുറത്തെടുത്തിട്ടൊരു മൈനസ് ഉണ്ട്. സോ മൈനസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇവിടെ സിമ്പിൾ പ്ലസ് ഇ റേസ് ടു മൈനസ് 2s ഹോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനാണ്. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതാണ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4ഉം ഇ റേസ് ടു മൈനസ് 5s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2ഉം. അപ്പോൾ എപ്പോഴും ഇൻവേഴ്സ് ട്രാൻസ്ഫോമിനകത്ത് നമുക്ക് തരുന്നത് എഫ് ഓഫ് എസ് എന്നുള്ള ഫോം ആയിരിക്കും. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് എടുക്കണം നോക്കാം. ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ ഫോം, ദാറ്റ് ഈസ് ഇത് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്നുള്ള ഫോമാണ് എടുക്കുന്നത്. എക്ക് പകരം ഇവിടെ 3 ഉണ്ട്. ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. അപ്പോൾ ഇതേത് ഫോമിലാണ് എടുക്കുന്നത്? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് ആ ഫോമിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എഫ് ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എഫ് ഓഫ് എസ് എന്താണെന്ന് അറിയാം? 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ആണ്. ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറമാണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയത് ഈ പ്രോപ്പർട്ടി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഇത് ആ ഫോമിൽ എടുക്കണം. എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ആദ്യം എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. സോ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എസ് എന്താണെന്ന് നോക്കാം. 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 which is equal to L inverse of 1 by s minus 1 whole raised to 4. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാം. കാരണം 1 by s raised to 4 നമുക്കറിയാം. എസിന് പകരം s minus 1 എന്ന് വന്നിട്ടുണ്ട്. സോ അത് ഷിഫ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് which is equal to ഷിഫ്റ്റിംഗ് വരുമ്പോൾ നമ്മൾ ഇ റേസ് ടു എ ടി നമ്മൾ ആദ്യം കഴിഞ്ഞ റിസൾട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ അല്ലെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. അപ്പോൾ ഇത് എസ് മൈനസ് എ എന്നുള്ള ഫോം ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് എന്താ? 1. അപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റേസ് ടു 4. ഇതെങ്ങനെ എഴുതിയത്? ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഇ റേസ് ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് മൈനസ് എ ആണ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 4 which is equal to e raised to a t. e raised to t into L inverse of s raised to 4 1 by s raised to 4.
L inverse of 1 by s raised to n, L inverse of 1 by s raised to n is equal to t raised to n minus 1 divided by n minus 1 factorial ആണ്. അപ്പോൾ ഇവിടെ s raised to 4 ആണുള്ളത്. അപ്പോൾ എന്ത് വരും? t raised to 4 minus 1 t cube divided by 4 minus 1 factorial 3 factorial which is equal to 3 factorial എന്ന് പറഞ്ഞാൽ 3 into 2 ആണ്. 3 into 2 into 1 that is 1 by 6 into e raised to t into t cube. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് ടി കിട്ടി 1 by 6 into e raised to t into t cube. നമുക്ക് വേണ്ടത് എഫ് ഓഫ് ടി മൈനസ് എ ആണ്. Therefore L inverse of e raised to minus 3s divided by s minus 1 whole raised to 4 is equal to എന്ത് വരും? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്ക് പകരം ഇവിടെ 3. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 by 6 into e raised to t into t cube ആണ്. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് 3 എന്ത് വരും? ടി ഉള്ളിടത്തൊക്കെ ടി മൈനസ് 3 എന്നാക്കാം. അപ്പോൾ 1 by 6 into e raised to t minus 3 into t minus 3 whole cube into എന്തുകൂടെ ഉണ്ട്? u of t minus 3. u of t minus 3. ഇനി നമ്മൾ ഫംഗ്ഷൻസിൽ നമുക്ക് മാറ്റി എഴുതാം. കാരണം u of എന്നൊന്നും നമ്മൾ ഫംഗ്ഷൻസിൽ എഴുതാറില്ല. സോ അത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ മാറ്റി എഴുതുക വിച്ച് ഇസ് ഈക്വൽ ടു ഇത് കിടക്കുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിലാണ്. സോ അതിനെ മാറ്റിയിട്ട് സാധാരണ നമ്മുടെ ഫംഗ്ഷനിലേക്ക് മാറ്റാം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് u of t minus a equal to 0 for t less than a and 1 for t greater than or equal to a എന്നാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നമുക്കിവിടെ സീറോയും ജി ഓഫ് ടി എന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റി ചെയ്താൽ ടി ലെസ് ദാൻ 3ക്ക് 0യും ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ക്ക് 1 by 6 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 3 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതണം. കാരണം യു ഓഫ് ടി മൈനസ് 3 എന്ന് നമ്മളൊരിക്കലും ഫംഗ്ഷൻസിൽ ഡയറക്റ്റായിട്ട് തരാറില്ല. അപ്പോൾ ഇതിനെ ഇൻ്റർവൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് 5s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഇവിടെയും ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്നുള്ള ഫോമിലാണ്. സോ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? 1 by എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. നമുക്കിനി കാണേണ്ടത് ഇ റേസ് ടു മൈനസ് എസ് എഫ് ഓഫ് എസിൻ്റെ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഇത് എന്താണെന്നറിയാം? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ബട്ട് നമുക്ക് എഫ് ഓഫ് ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഫ് റിസൾട്ടിൽ കൊടുക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ എഫ് ഓഫ് എസ് യൂസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാം. ഇവിടുത്തെ എഫ് ഓഫ് എസ് 1 by എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 by എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2നെ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 എന്ന് പറയുന്നത് എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 by എസ് സ്ക്വയർ പ്ലസ് 1 എന്താ? സൈൻ ടി ആണ്. എസിന് പകരം ഇവിടെ ഷിഫ്റ്റിംഗ് എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുണ്ട്. സോ ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 by എസ് സ്ക്വയർ പ്ലസ് 1. ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടി ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി. സോ നമുക്ക് എന്ത് ചെയ്താൽ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 5s ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. എക്ക് പകരം ഇവിടെ ഉള്ളത് പൈ ആണ്. സോ എഫ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി കിട്ടിയിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി. എഫ് ഓഫ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ ടിക്ക് പകരം ടി മൈനസ് പൈ എന്ന് കൊടുക്കുക വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് ടിക്ക് പകരം ടി മൈനസ് പൈ ഇൻറ്റു സൈൻ ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇനി സൈൻ ടി മൈനസ് പൈ സൈൻ ഓഫ് തീറ്റ മൈനസ് സൈൻ ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ്. സോ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ തീറ്റ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ആണ്. സോ മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് പൈനെ പൈ മൈനസ് ടി എന്ന് എഴുതാം ഇൻറ്റു സൈൻ ടി മൈനസ് പൈ എന്ന് പറയുന്നത് എന്താ? മൈനസ് സൈൻ ടി ആണ്. സോ മൈനസ് വെളിയിൽ നമ്മൾ എടുത്തു. അപ്പോൾ മൈനസ് ഈ മൈനസ് സൈൻ ടി ആണ് ഇതിനെ മാറ്റി എഴുതിയത്. അപ്പോൾ മൈനസ് ഇ റേസ് ടു പൈ മൈനസ് ടി ഇൻറ്റു സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇനി ഇതിന് ഇൻ്റർവൽ ഫോമിലേക്ക് മാറ്റിയാൽ എന്ത് വരും? ടി ലെസ് ദാൻ പൈക്ക് 0, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈക്ക് മൈനസ് ഇ റേസ് ടു പൈ മൈനസ് ടി ഇൻറ്റു സൈൻ ടി.
അപ്പോൾ ഇങ്ങനെ ഇൻ്റർവലിലേക്ക് നമ്മൾ മാറ്റി എഴുതണം ഫംഗ്ഷനിൽ എന്ത് വരുമ്പോൾ യു ഓഫ് ടി മൈനസ് പൈ എന്ന് വരുമ്പോൾ. അതുപോലെ ഇത് ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിക്കുമ്പോൾ അതുപോലെ ലാപ്ലേസ് ആണ് കാണണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻസിൽ ഇൻ്റർവലാണ് തരിക, അതിന് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാം.